ക്യാമ്പിന്റെ രണ്ടാമത്തെ ദിവസത്തെ വ്ളോഗ് ഇടാൻ വേണ്ടിന്നൊക്കെ 10 ദിവസമായി. അറബി പിന്നെ കൂടെ പിറപ്പായത് കാരണം പറയേണ്ട ആവശ്യമില്ലല്ലോ. രാവിലെ എണീക്കുമ്പോ ഇതായിരുന്നു കോലം, കണ്ണൊക്കെ ചോത്തൊരു വിദ്യയായിരുന്നു. കുറെ ദിവസമായി നല്ലൊരു സൂര്യോദയം കണ്ടു. ഈ നേരം വെളുക്കാണ്ടല്ലാണ് ഞങ്ങൾ എങ്ങോട്ടാന്ന് അറിയണീച്ചോടുന്നത്. രാവിലെ നല്ലൊരു വ്യൂ പോയിന്റ് കാണിച്ചതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കേട്ട് തുള്ളിച്ചാടി പോവാണ് ഞങ്ങൾ. 6 മണിക്ക് സാർ ഇറങ്ങണം പറഞ്ഞിട്ട് 7 മണിയായിട്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ടില്ല. പിന്നെ എന്റെയും സുനുവിന്റെയും ഔട്ട്ഫിറ്റ് ചെക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. കുറെ ദൂരം നടന്നെങ്കിലും ഞങ്ങൾക്ക് ബോറൊന്നും അടിച്ചില്ല കേട്ടോ. കാരണം എന്താ വെച്ചാല് നല്ല പച്ച കിളികളുടെ സൗണ്ടും അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ നടക്കുമ്പോൾ എന്റെ ഫ്രണ്ടിന് ഒരു ആഗ്രഹം, എന്റെ വീഡിയോയിൽ സംസാരിക്കാൻ. ഞാൻ ആയിക്കോട്ടെ പറഞ്ഞു. നമ്മൾ കൈക്കുത്തി മലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. കാണിച്ചു കൊടുക്കുക. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ് നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ ഏകദേശം എത്താറായിട്ടുണ്ടായിരുന്നു കേട്ടാ. കൈക്കുത്തി മല എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. നോക്കുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. നോക്കുമ്പോൾ എന്താ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു നായ്ക്കുട്ടി അവിടെ ഉണ്ടായിരുന്നു. എത്താറായി പറഞ്ഞിട്ട് എത്തണമില്ല. അങ്ങനെ കുന്നും മലയും ഒക്കെ ഇറങ്ങി ഏകദേശം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എത്തിയപ്പോൾ എൻ്റെ എന്ത് രസമായിരുന്നു എന്നറിയോ. എനിക്ക് ആ സീനിൽ നിന്ന് കണ്ണെടുക്കാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നല്ല കാറ്റും നല്ല പറ്റിയ ക്ലൈമറ്റും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോയിട്ടാ. ആ ടൈമിലാണ് പെട്ടെന്ന് ഒരു ആഗ്രഹം പൊട്ടുമുളച്ച് തൊട്ടാവാടിലൊന്നും തൊടണമെന്ന്. അങ്ങനെ അതും സാധിച്ചു. അങ്ങനെ ഞങ്ങൾ ക്യാമ്പിലെത്തി, ചായ കുടിച്ചു. അടുത്ത ക്ലാസ്സിന്റെ സെക്ഷനിലേക്ക് ഞങ്ങൾ കിടന്നു. ആ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചായ കിട്ടി. പിന്നെ ക്ലാസ് എടുക്കാൻ ഒരു മാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചത് ഞങ്ങൾക്ക്. അതിനുശേഷം ഫുഡ് കഴിക്കണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ഫോണൊക്കെ ചത്തിടുന്നിട്ട് എണീച്ചത് വൈകുന്നേരമാണ്. ടൈം ആകുമ്പോഴേക്കും ട്രെയിനിങ് കളക്ടറായ രവിമീന സാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സാറ് ഞങ്ങൾക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നുട്ടാ. എനിക്കൊക്കെ ഒരു അടിപൊളി ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 ദിവസം ഈ ക്യാമ്പിൽ വന്നു എന്നുള്ള സർട്ടിഫിക്കറ്റ് ആയിരുന്നത്. അങ്ങനെ അത് കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ സമയമായി. ക്യാമ്പ് കുറച്ച് ദിവസം കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത്രക്ക് അടിപൊളിയായിരുന്നു ഈ ക്യാമ്പ്. വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്തേക്കും അത്യാവശ്യം എല്ലാ സ്കൂളുകാരും പോയിട്ടുണ്ടായിരുന്നു. ഇറങ്ങുന്ന സമയത്താണ് ഈ ഒരു സംഭവം കണ്ടത്. അതെന്തോ ഹ്യൂമിഡിറ്റിയാ, വെതർ അങ്ങനെ എന്തൊക്കെ കണ്ടുപിടിക്കേണ്ട സാധനമാണ്. ബസ് കിട്ടുന്ന സ്ഥലത്തൊക്കെ കുറച്ച് അങ്ങോട്ട് നടക്കണം. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് കുറേ കാലത്തിന് ശേഷം ഈ കാളവണ്ടി കാണുന്നത്. അങ്ങനെ പാലക്കാട് നിന്ന് ഞങ്ങൾക്ക് നെന്മാർക്കുള്ള ബസ് കിട്ടി. 8 മണിയാവുന്ന സമയത്താട്ടോ ഞങ്ങൾ നെന്മാറെത്തിയത്. അവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ ഞങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു ക്യാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ പഠിപ്പിക്കാൻ വന്ന ടീച്ചേഴ്സും അതുപോലെ വേറെ സ്കൂളിലത്തെ കുട്ടികളും നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ക്യാമ്പ്. അങ്ങനെ ഞാൻ വീടെത്തിയപ്പോൾ അത്രയേ ഉള്ളൂ. സീ യു ലൈറ്റർ.